ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് വാഷിങ്ടൺ DC-യിലേട്ടാണ്, ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ, അതായത് US-ന്റെ ക്യാപിറ്റൽ സിറ്റിയിലേട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇതൊരു 1 day ട്രിപ്പാണ് കേട്ടോ. അവിടെ എത്താനായിട്ട് 3 to 4 hours ഒക്കെ ഡ്രൈവ് വേണ്ടി വരും ന്യൂയോർക്കിൽ നിന്ന്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ ട്രാഫിക് ഓൾസോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇവിടുത്തെ ഒരു നാഷണൽ അക്വേറിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ചെറി ബ്ലോസം കാണാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ നമ്മൾ എടുത്തത് മാർച്ച് 28-നാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തു എനിക്കിത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബൈ, എൻജോയ് ദ വീഡിയോ.
ചെറി ബ്ലോസം കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ക്രൗഡ് കണ്ടിട്ട് നമുക്ക് ആ ഒരു വ്യൂ ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം വേസ്റ്റൊക്കെ വലിച്ച് വാരിയിട്ടിരിക്കുകയായിരുന്നു. കാല് കുത്താനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാഷിങ്ടൺ മോണ്യുമെൻറ്റും ചെറി ബ്ലോസവും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ക്യാപിറ്റോളിൻ്റെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2-3 ചെറി ബ്ലോസം ട്രീയുടെ താഴെ നിന്ന് നമ്മൾ കുറച്ച് പിക്ചറൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചിലപ്പോഴുള്ള ട്രിപ്പുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഇന്നത്തെ ദിവസം തന്നെ നമുക്കൊരു 6 hours മുകളിൽ തന്നെ ട്രാഫിക് കിട്ടി. അപ്പോൾ ആ ഒരു ദിവസം ഡേ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലിങ്കൺ ടവറും അതുപോലെ തന്നെ വാഷിങ്ടൺ മോണ്യുമെൻറ്റ്സ്, ക്യാപിറ്റോൾ, അതുപോലെ തന്നെ വേറെ കുറേയധികം കാര്യങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതെല്ലാം കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. US-ൽ റോഡ് ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതുപോലത്തെ സർവീസ് ഏരിയകളും അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയാസും. ഇവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന ഫുഡും അതുപോലെ തന്നെ ഒന്ന് റീഫ്രഷ് ആകാനും പിന്നെ ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള ആ ഒരു ഏരിയയിലുള്ള അട്രാക്ഷൻസെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.